Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ ചാപ്റ്റർ 6 കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ സെക്ഷൻ 53, 54 അതിൻ്റെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, which section deals with other forms of state aid to societies? ആൻസർ സെക്ഷൻ 53. സെക്ഷൻ 53 പറയുന്നത് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ആണ്. മറ്റു രീതിയിലുള്ള സ്റ്റേറ്റിൻ്റെ സഹായങ്ങൾ സൊസൈറ്റിക്ക് ലഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 53. ക്വസ്റ്റ്യൻ നമ്പർ 2, അണ്ടർ സെക്ഷൻ 53 ദ ഗവൺമെൻറ് മേ പ്രൊവൈഡ് എയ്ഡ് ടു സൊസൈറ്റീസ് ഇൻ ദ ഫോം ഓഫ് ഓപ്ഷൻ എ ലോൺസ് ഓർ അഡ്വാൻസസ്, ബി guaranteeing repayment of principal and interest on debentures, C guaranteeing repayment of share capital and dividends, D all of the above. Answer all of the above. ഇവിടെ പറയുന്നത് സെക്ഷൻ 53 പ്രകാരം ഗവൺമെൻറ് സൊസൈറ്റിക്ക് അതർ ഫോംസ് ഓഫ് എയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിൽ താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. ഒന്നാമതായി പറയുന്നത് ലോൺസും അഡ്വാൻസസും കൊടുക്കുന്നു. രണ്ടാമതായിട്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൊടുക്കുന്നതിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. മൂന്നാമതായി പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും അതിൻ്റെ ഡിവിഡൻസിനും ഗ്യാരണ്ടി കൊടുക്കുന്നു. ഇനി ഈ പറയുന്നവയെല്ലാം കൊടുക്കുന്നു. ആൻസർ ഇതെല്ലാം കൊടുക്കുന്നത് ഗവൺമെൻറ് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ദ ഗവൺമെൻറ് ഗ്യാരണ്ടി അണ്ടർ സെക്ഷൻ 53? ഓപ്ഷൻ എ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു എ സൊസൈറ്റി, റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് thereon, C repayment of share capital and dividends of a society, D all of the above. Answer is all of the above. ഈ ക്വസ്റ്റ്യനും സെക്ഷൻ 53 പ്രകാരം ഗവൺമെൻറ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി സപ്പോർട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു എ സൊസൈറ്റി. സൊസൈറ്റിക്ക് കൊടുക്കുന്ന ലോൺസിനും അതിൻ്റെ ഇൻട്രസ്റ്റിനുമുള്ള റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഗ്യാരണ്ടി, സൊസൈറ്റി അത് തിരിച്ചടയ്ക്കും എന്നുള്ളതിനുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. പിന്നീട് പറയുന്നത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണ് സൊസൈറ്റി. ആ ഡെപ്പോസിറ്റിനുള്ള ഇൻട്രസ്റ്റും അതിൻ്റെ പ്രിൻസിപ്പളും തിരിച്ചു കൊടുക്കും എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഷെയർ ക്യാപിറ്റലും അതിൻ്റെ ഡിവിഡൻസും കൊടുക്കുന്നതിനുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാത്തിനും ഉള്ള ഗ്യാരണ്ടി, ഇതെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ടുകളാണ്. അപ്പോൾ ആൻസർ എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം ഗവൺമെൻറ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, അപ്പാർട്ട് ഫ്രം ലോൺസ് ആൻഡ് ഗ്യാരണ്ടീസ് ദ ഗവൺമെൻറ് മേ ഓൾസോ പ്രൊവൈഡ്. ആൻസർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻക്ലൂഡിങ് സബ്സിഡീസ്. ഇനി ഇങ്ങനെയുള്ള ഗ്യാരണ്ടീസ്, ലോൺസിനും ഉള്ള ഗ്യാരണ്ടി കൊടുക്കുന്നത് കൂടാതെ ഗവൺമെൻറ് എന്ത് സഹായം കൂടി കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻക്ലൂഡിങ് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് സൊസൈറ്റിക്ക്. അതാണ് വേറൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് പ്രൊവിഷൻ ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 53 റിഗാർഡിംഗ് എമൗണ്ട്സ് ഡ്യൂ ടു ഗവൺമെൻറ്? Answer, amounts due to government can be set off against a financial assistance given. ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള തുകയ്ക്ക് ഡ്യൂസ് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 53 എന്ത് പ്രൊവിഷനാണ് ഇട്ടിരിക്കുന്നത് എന്നാണ്. സെക്ഷൻ 53 അതിനുള്ള പ്രൊവിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ വീണ്ടും അസിസ്റ്റൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ടിന് എന്തെങ്കിലുമൊക്കെ സബ്സിഡി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. അത് സെക്ഷൻ 53 പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, വെൻ ഗവൺമെൻറ് സെറ്റ്സ് ഓഫ് ഡ്യൂസ് ഫ്രം അസിസ്റ്റൻസ്
How is the gross amount treated? Answer, as the original amount of assistance before set off. അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തത് ഡ്യൂസായിട്ട് അത് സെറ്റ് ഓഫ് ആക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഗ്രോസ് എമൗണ്ടിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അതായത് ഈ ഒറിജിനൽ എമൗണ്ടിനെ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് പുതിയ അസിസ്റ്റൻസ് കൊടുത്ത രീതിയിലാണ് കണക്കാക്കും. അങ്ങനെയും മാറ്റിയെടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഓൾറെഡി ഉള്ള ഡ്യൂസും പുതിയതായി കൊടുക്കുന്ന അസിസ്റ്റൻസും അതിനെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഒരു പുതിയ അസിസ്റ്റൻസായിട്ട് ഒരുമിച്ച് കണക്ക് കൂട്ടി അത് പിന്നീട് പതിയെ അടിച്ചു കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7. Apart from loans and guarantees, the government may also provide option A, land free of cost, B, financial assistance including subsidies, C, free audit services, D, free training to members. Answer is financial assistance including subsidies. ഇവിടെ എന്താണ് പറയുന്നത്? ലോൺസും ഗ്യാരണ്ടീസും കൂടാതെ ഗവൺമെൻറ് കൊടുക്കുന്ന മറ്റ് സഹായം എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ പറയുന്നത് ഫ്രീ ആയിട്ട് ലാൻഡ് കൊടുക്കുന്നു, കോസ്റ്റ് ഒന്നും കൊടുക്കാതെ ലാൻഡ് കൊടുക്കുന്നു. പിന്നീട് പറയുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻക്ലൂഡിങ് സബ്സിഡീസ് ആയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. പിന്നെ ഓഡിറ്റ് സർവീസസ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. പിന്നെ മെമ്പേഴ്സിന് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. ഇതിൽ നമ്മൾ പഠിച്ചേക്കുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻക്ലൂഡിങ് സബ്സിഡീസ് എന്നുള്ളതാണ്. സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഗവൺമെൻറ് സൊസൈറ്റിക്ക് കൊടുക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 to override other laws? ആൻസർ ഈസ് സെക്ഷൻ 54. സെക്ഷൻ 54 എന്താണ് പറയുന്നത്? സെക്ഷൻ 43 മുതൽ 52 വരെ ഉള്ള സെക്ഷൻ, അതിനകത്ത് മറ്റെന്ത് ലോസിൽ വേറെ എന്തൊക്കെ വന്നാലും ഈ ലോസ് ഈ സെക്ഷൻസൊക്കെ നിലനിൽക്കുന്നിടത്തോളം ഇതിനായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക എന്നുള്ളതാണ് സെക്ഷൻ 54 പറയുന്നത്. അങ്ങനെ നമ്മൾ ചാപ്റ്റർ 6 കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കാം. ചാപ്റ്റർ 7, പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്ഷൻ 55 to 62. സൊസൈറ്റിയുടെ ഫണ്ട്, അവയുടെ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് സെക്ഷൻ 55 നോക്കാം. സെക്ഷൻ 55, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ലാത്ത ഫണ്ട്സ്, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 55. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഡിവൈഡഡ് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഫണ്ട്സ്. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് other than the net profits of a society shall be paid by way of bonus or dividend or otherwise distributed among its members. ഇവിടെ എന്താണ് പറയുന്നത്? നെറ്റ് പ്രോഫിറ്റിൻ്റെ ഭാഗമല്ലാത്ത വേറെ ഒരു ഫണ്ട്സും മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിവിഡൻ്റായിട്ടോ ബോണസായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏത് ഫണ്ടിനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നെറ്റ് പ്രോഫിറ്റിനെയാണ്. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ദാറ്റ് എ മെമ്പർ മേ ബി പെയ്ഡ് സച്ച് റെമ്യൂണറേഷൻ, അലവൻസസ് ഓർ ഓണറേറിയ ആൻഡ് ഓൺ സച്ച് സ്കെയിൽ ആസ് മേ ബി ലേഡ് ഡൗൺ by the bylaws for any services rendered by him to the society. കൂടാതെ പറയുന്നത്, ഒരു സൊസൈറ്റിയുടെ മെമ്പർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഫലമോ അലവൻസസോ ഓണറേറിയമോ കൊടുക്കുന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു കൊടുത്തതിന് പ്രതിഫലമായിട്ട് കൊടുക്കുന്ന ഈ എമൗണ്ടിനെ കുറിച്ച് ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ്, സെക്ഷൻ 56, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 56. നമ്മൾ പറഞ്ഞു നെറ്റ് പ്രോഫിറ്റ് മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് പറയുന്ന സെക്ഷനാണ് 56. സെക്ഷൻ 56 സബ്സെക്ഷൻ 1, എ സൊസൈറ്റി ഷാൾ
out of its net profits in any year, A. Transfer an amount not being less than 15% of the net profits to the reserve fund, and B. Credit such portion of the net profits not exceeding 5% as may be prescribed to the cooperative education fund referred to in clause 19 of subsection 2 of section 109. സെക്ഷൻ 56(1) പറയുന്നത് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഫണ്ട് മാറ്റി വയ്ക്കണം എന്നതിനെക്കുറിച്ചാണ്. അതിൽ ആദ്യമായി പറയുന്നത് നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദി റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടായിട്ട് വയ്ക്കേണ്ടത് 15% കുറയാത്ത ഒരു എമൗണ്ട് ആയിരിക്കണം. നോട്ട് ലെസ് ദാൻ 15%, അതാണ് റിസർവ് ഫണ്ട്. ഇനി രണ്ടാമതായി പറയുന്നതോ നോട്ട് എക്സീഡിങ് 5% ആസ് മേ ബി പ്രിസ്ക്രൈബ് ദ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എത്ര ശതമാനമാണ്? 5% കൂടാത്ത എമൗണ്ട്, അത് നമ്മളെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് മാറ്റിവെക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് പറയുന്നത് 15% കുറയാത്ത എമൗണ്ട് റിസർവ് ഫണ്ടായിട്ടും 5% കൂടാത്ത എമൗണ്ട് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടായിട്ടും മാറ്റിവെക്കേണ്ടതാണ് എന്നുള്ളതാണ് 2 പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് സി. 10% of the net profit to the cooperative member relief fund as may be prescribed. മൂന്നാമതായി പറയുന്നത് 10%, നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ്. ഈ മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 10% മെമ്പർ റിലീഫ് ഫണ്ട്. നെക്സ്റ്റ് ഡി പറയുന്നു 5% of the net profit to the professional education fund maintained by the registrar. ഇനി 5% എമൗണ്ട് രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. അതിലേക്കാണ് 5% മാറ്റിവെക്കേണ്ടത്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. Society funds except net profits cannot be distributed to members. No bonuses, dividends or other payouts from general funds. Members can receive payment, remuneration, allowances, honoraria only for services rendered. Such payments must follow the scale set in the bylaws. Minimum 15% of net profits must go to the reserve fund. Next, up to 5% of net profits may be credited to the cooperative education fund as per section 109 of subsection 2 of and subsection 19. Next, 10% of net profit to the cooperative member relief funds as prescribed. Next, 5% of net profit to the professional education fund maintained by registrar. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. The first Malayali whose picture appeared in post office stamp is answer Srinarayana Guru. Next, antonyms of acquit. Answer convict. അക്വിറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തൻ, കൺവിക്റ്റ് കുറ്റവാളി. അപ്പോൾ അതാണ്. ഇനി മെൻ്റൽ എബിലിറ്റിയിൽ ബോർഡ് മാസ് ആണ് 2 × 3 + 5 - 4 / 2 + 6 × 7 + 82. ഇവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ടാണ്. ബോർഡ് മാസ് അറിയാൻ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് അതൊക്കെയായിരുന്നു നോക്കേണ്ടത്. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആദ്യം നമുക്ക് ഡിവിഷൻ നോക്കാം. 4/2 = 2 ആണ്. അപ്പോൾ ഇവിടെ ആ 2 നമ്മൾ എഴുതി. പിന്നെയോ 3 × 2 6, പിന്നെ 5 എഴുതി, ഡിവിഷൻ കിട്ടിയ 2 കിട്ടി. ഇനി 6 × 7 42, വീണ്ടും +82. ഇനി നമുക്ക് ആദ്യത്തേത് കൂട്ടി നോക്കാം. 6 × 5 = 11, 11 ൽ നിന്ന് 2 പോയാൽ 9,
അതുപോലെ 42ഉം 82ഉം കൂടെ കൂട്ടിയാൽ 124. അത് തമ്മിൽ കൂട്ടുമ്പോൾ 133 കിട്ടും. അതാണ് ആൻസർ. നൗ യുവർ ടേൺ ടു ആൻസർ. The art of Bharatanatyam was originated in dash states. Next, synonyms of Cs. Next, which is the next letter? Leave your answer in the comment box and stay tuned for the next episode. Thank you. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.